ഇന്ത്യ-കാനഡ ബന്ധത്തിൽ വിള്ളലുകൾ സംഭവിച്ചതിനു ശേഷം ബന്ധം കൂടുതൽ ദൃഢമാക്കാൻ ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിനായി കനേഡിയൻ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് ഇന്ത്യയിലേക്കെത്തി. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലുമായും കൂടിക്കാഴ്ച നടത്തും. ആനന്ദിന്റെ ഇന്ത്യ സന്ദർശനം ഇന്ത്യ-കാനഡ ബന്ധത്തിലെ ആഴം വർദ്ധിപ്പിക്കാൻ സഹായിക്കുമെന്നാണിപ്പോൾ വിദേശകാര്യ മന്ത്രാലയ വക്താവായ രൺധീർ ജയ്സ്വാൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ന്യൂഡൽഹിയിലേക്കുള്ള ആദ്യ ഔദ്യോഗിക സന്ദർശനത്തിൽ കാനഡ വിദേശകാര്യമന്ത്രി അനിത ആനന്ദ് എംപിക്ക് ഊഷ്മളമായ സ്വാഗതമെന്നും നമ്മുടെ ഉഭയകക്ഷി സംവിധാനങ്ങൾ പുനരുജ്ജീവിപ്പിക്കുകയും അതുപോലെ തന്നെ സാമ്പത്തിക സഹകരണം ആഴത്തിലാക്കുകയും നമ്മുടെ പങ്കാളിത്തത്തെ ഉറപ്പാക്കുന്ന അല്ലെങ്കിൽ ജനങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും ഇന്ത്യ-കാനഡ ബന്ധത്തിലെ ആഴം വർദ്ധിപ്പിക്കാൻ ഈ സന്ദർശനം അവരുടെ ഈ ഒരു സന്ദർശനം സഹായകരമാകുമെന്നാണ് അദ്ദേഹം പങ്കുവച്ച പോസ്റ്റിൽ വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, ഇന്ത്യയിലെത്തിയ അനിത ആനന്ദിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതുപോലെ തന്നെ ആനന്ദിന്റെ ഇന്ത്യ സന്ദർശനത്തിന് മുന്നോടിയായി തന്നെ വ്യാപാരം, വൈവിധ്യവൽക്കരണം, ഊർജ പരിവർത്തനം, സുരക്ഷ തുടങ്ങിയ വിഷയങ്ങളിൽ തന്ത്രപ്രധാനമായ സഹകരണത്തിനുള്ള ഒരു ചട്ടക്കൂട് സ്ഥാപിക്കുന്നതിലേക്ക് ഇരു രാജ്യങ്ങളും നീങ്ങുന്ന സമയത്ത് തന്നെയാണ് ഈ സന്ദർശനം എന്നതും വളരെ ശ്രദ്ധേയമായ കാര്യമെന്നതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ജസ്റ്റിൻ ട്രൂഡോയെ മാറ്റിക്കൊണ്ട് മാർക്ക് കാർണി കാനഡയുടെ പ്രധാനമന്ത്രിയായതിനു ശേഷം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധമാകട്ടെ പുനഃസ്ഥാപിക്കുന്നതിനുള്ള നീക്കങ്ങൾ നടന്നു വരികയാണ്. ഇത് മാത്രമല്ല, ഇതിലേക്കുള്ള ഒരു ചുവടുവയ്പായാണ് ആനന്ദിന്റെ ഇന്ത്യ സന്ദർശനം കണക്കാക്കുന്നത്. ട്രൂഡോയുടെ ഭരണകാലത്ത് തന്നെ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തിൽ വലിയ രീതിയിലുള്ള വിള്ളലുകൾ സംഭവിക്കുകയും ബന്ധം വലിയ തോതിൽ വഷളാവുകയും ചെയ്തിരുന്നു. ഇന്ത്യ സന്ദർശനത്തിന് ശേഷം സിംഗപ്പൂരിലേക്കും തുടർന്ന് ചൈനയിലേക്കും അവർ സന്ദർശനം നടത്തുമെന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന പ്രാഥമിക റിപ്പോർട്ടുകൾ. ചൈനീസ് പ്രതിനിധിയായ വാങ് എ ആനന്ദ് കണ്ടേക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ജസ്റ്റിൻ ട്രൂഡോയെ മാറി മാർക്ക് കാർണി പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് വന്നതിന് ശേഷം വലിയ മുന്നേറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. 2025 ഓഗസ്റ്റിൽ കാനഡയും ഇന്ത്യയും പുതിയ ഹൈക്കമ്മീഷണർമാരെ നിയമിക്കുകയും ചെയ്തു. ഇന്ത്യയിലേക്കുള്ള കാനഡയുടെ ഹൈക്കമ്മീഷണറായി തന്നെ ക്രിസ്റ്റഫർ കൂട്രോയെ, കാനഡയിലേക്കുള്ള ഇന്ത്യയുടെ ഹൈക്കമ്മീഷണറായി തന്നെ ദിനേശ് കെ പാട്നെയൊക്കെ തന്നെ ഓഗസ്റ്റ് അവസാനത്തോടു കൂടി തന്നെ നിയമിക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യ ഉടൻ തന്നെ ലോകത്തിലെ 4ാമത്തെ വലിയൊരു സമ്പദ് വ്യവസ്ഥയായി മാറുമെന്നും കൃഷി, ധാതുക്കൾ, ഊർജ്ജ മേഖലകളെ ശക്തിപ്പെടുത്തുന്നതിനും അത് പിന്തുണയ്ക്കുന്നതിനും തന്നെ പ്രതിജ്ഞാബദ്ധമാണ് എന്നുള്ള നിലപാട് തന്നെയായിരുന്നു കാനഡ സ്വീകരിച്ചത്. 2024 ഇന്ത്യ കാനഡയുടെ 7ാമത്തെ വലിയ ചരക്ക് സേവന വ്യാപാര പങ്കാളിയായി തന്നെ നിലകൊണ്ടു. ഇരുവശങ്ങളിലേക്കുമുള്ള വ്യാപാരം $33.9 ബില്യൺ എത്തിയെന്നും ഇന്ത്യയിലേക്കുള്ള കാനഡയുടെ ചരക്ക് കയറ്റുമതി $5.3 ബില്യൺ എന്നും കനേഡിയൻ സർക്കാർ പുറത്തിറക്കിയ ഒരു പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. കാനഡ പ്രധാനമന്ത്രി സ്ഥാനത്ത് നിന്നുകൊണ്ട് തന്നെ ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതോടുകൂടി തന്നെ പിൻഗാമിയാവാൻ സാധ്യതയുള്ളവരുടെ പേരുകളെല്ലാം തന്നെ ഇടപിടിച്ചത്, അതിൽ തമിഴ് വംശജ കൂടിയായ അനിത ആനന്ദ് അതിൽ ഉൾപ്പെടുകയാണ് ചെയ്തത്. കാനഡയുടെ ട്രാൻസ്പോർട്ട് മന്ത്രി കൂടിയായ അനിത ആനന്ദ് ആകട്ടെ നേരത്തെ തന്നെ നിരവധി സർക്കാർ സ്ഥാനങ്ങളിൽ ഇരുന്ന അല്ലെങ്കിൽ അതിൽ വൈവിധ്യമുള്ള അത് തെളിയിച്ച വ്യക്തി കൂടിയാണ്. 2019 മുതൽ തന്നെ ലിബറൽ പാർട്ടിയുടെ തന്നെ ഭാഗമായതിനു ശേഷം പാർട്ടി അംഗമെന്ന നിലയിലും അവർ വളരെയധികം ശ്രദ്ധ നേടിയ വ്യക്തിയാണ്. മുൻ കനേഡിയൻ പ്രതിരോധ മന്ത്രി കൂടിയായ അനിതയാകട്ടെ അവർ വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം അവർക്കവിടെ കണക്കാക്കാൻ സാധിക്കുന്നുണ്ട്. മാത്രമല്ല, കനേഡിയൻ ഗതാഗത മന്ത്രിയും നിയമവിദഗ്ധയുമായ അനിത ആകട്ടെ സർവകലാശാലയിൽ നിന്ന് ക്വീൻസ് സർവകലാശാലയിൽ നിന്ന് പൊളിറ്റിക്കൽ സയൻസിൽ ബിരുദം നേടിയ ഒരു വ്യക്തിയാണ്. മാത്രമല്ല, ഓക്സ്ഫോർഡ് സർവകലാശാലയിൽ നിന്ന് നിയമ മതശാസ്ത്രത്തിൽ അവർ ആ ഒരു സർവകലാശാലയിൽ നിന്നും നിയമ പഠനത്തിലും ബിരുദം നേടിയ വ്യക്തി കൂടിയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.